ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കം കുറിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡ് ആതിഥേയരായ പാകിസ്ഥാനെ നേരിടുകയാണ്. പാകിസ്ഥാനിലെ കറാച്ചിയിലെ നാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ത്രിരാഷ്ട്ര പരമ്പര പാകിസ്ഥാനിൽ വെച്ച് നടന്നിരുന്നു. പാകിസ്ഥാനും ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയുമാണ് ആ ഒരു പരമ്പരയിൽ പങ്കെടുത്തത്. അതിൽ ഫൈനലിൽ ഏറ്റുമുട്ടിയത് പാകിസ്ഥാനും ന്യൂസിലൻഡും തന്നെയായിരുന്നു. ആ ഒരു മത്സരത്തിൻ്റെ തുടർച്ചയെന്നോണം ചാമ്പ്യൻസ് ട്രോഫിയുടെ ആദ്യ മത്സരം, ഉദ്ഘാടന മത്സരം നടക്കാൻ പോകുന്നതും ന്യൂസിലൻഡും പാകിസ്ഥാനും തമ്മിലാണ് എന്നുള്ളതാണ്. ആ പൂളിലെ മറ്റു രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള മത്സരങ്ങളെല്ലാം കളിക്കാൻ വേണ്ടിയിട്ട് ഈ ടീമുകളെല്ലാം തന്നെ ദുബായിലേക്ക് എത്തേണ്ടതുണ്ട്. പാകിസ്ഥാൻ്റെയും ന്യൂസിലൻഡിൻ്റെയും മറ്റുള്ള മത്സരങ്ങളെല്ലാം നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ന്യൂസിലൻഡ് മത്സരമാണ്. ഒപ്പം തന്നെ കറാച്ചിയിലെ നാഷണൽ സ്റ്റേഡിയത്തിലെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗ്രൗണ്ട് കണ്ടീഷൻ എങ്ങനെയാണ്, പിച്ച് കണ്ടീഷൻ എങ്ങനെയാണ്, ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും, ഒപ്പം തന്നെ ഫാൻറ്റസി പിക്ക് എന്തായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. മത്സരത്തിൻ്റെ ഈ ഒരു കറാച്ചി നാഷണൽ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട ത്രിരാഷ്ട്ര പരമ്പരയിലെ ഒരു മത്സരത്തിൽ പാകിസ്ഥാൻ ഒരു 350 മുകളിലുള്ള സ്കോർ ചേസ് ചെയ്ത് ജയിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. കാരണം അത്ര നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു അവിടുത്തേത്. ആ ഒരു മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ഉയർത്തിയ 352 എന്ന് പറയുന്ന വിജയലക്ഷ്യം പാകിസ്ഥാൻ മറികടക്കുന്നത് നമ്മൾ കണ്ടു. സൽമാൻ അലി ആകെയും അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള മുഹമ്മദ് റിസ്വാന്റെയും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സെഞ്ചുറിയുടെ മികവിലായിരുന്നു അന്ന് അവർ ആ മത്സരം ജയിച്ചത്. പക്ഷേ അതിന് ശേഷമുള്ള മറ്റൊരു മത്സരത്തിൽ 242 റൺസ് നേടി പാകിസ്ഥാൻ ഓൾ ഔട്ട് ആവുകയും ന്യൂസിലൻഡ് അത് ചേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഫൈനൽ മത്സരത്തിൽ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒരു ബിഹേവിയറാണ് അവിടെ നമ്മൾ കണ്ടത്. ഒരു മത്സരത്തിൽ 350 ചേസ് ചെയ്യുന്നത് കണ്ടെങ്കിൽ മറ്റൊരു മത്സരത്തിൽ 242 റൺസിന് ഓൾ ഔട്ടായി. പക്ഷേ പ്രിഡോമിനൻ്റ്ലി ഈ നാഷണൽ സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറയുന്നത് ബാറ്റർമാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ബാറ്റിലേക്ക് ബോൾ നല്ലോണം ഒഴുകി വരുന്ന രീതിയിലുള്ള ഒരു പിച്ചാണ് എപ്പോഴും നാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഒരുക്കാറുള്ളതാണ്. ഈവൻ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് നടക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് ബാറ്റിലേക്ക് ബോൾ വരുന്ന ഒരു പിച്ചാണ് നാഷണൽ സ്റ്റേഡിയത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ ഒരു 325 350 റൺസ് എന്നൊക്കെ പറയുന്ന അവിടുത്തെ ഒരു പാർ സ്കോറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ടായിരിക്കും ഇത്രയധികം സ്കോർ വന്നു തുടങ്ങിയിരിക്കുന്നത്. അതിന് മുമ്പൊക്കെ നമുക്കറിയാലോ, ഏകദിന ക്രിക്കറ്റിൽ ഒരു 280 റൺസ് 300 റൺസ് എന്നൊക്കെ പറയുന്നത് നല്ല സ്കോറായിരുന്നു. അപ്പോൾ ഒരുപാട് മത്സരങ്ങൾ നടന്നിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് കറാച്ചിയിലേത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പാർ സ്കോർ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ 280 ആണെന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് നോക്കി കഴിഞ്ഞാൽ 325 മുകളിലാണ് അവിടുത്തെ ഏറ്റവും മികച്ച സ്കോറുകളെല്ലാം എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു മത്സരത്തിൽ കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം പാകിസ്ഥാൻ ടീമിലേക്ക് വരുമ്പോൾ പാകിസ്ഥാന് വേണ്ടി ഈ ത്രിരാഷ്ട്ര പരമ്പരയിൽ ഓപ്പൺ ചെയ്തത് ബാബർ ആസം ആയിരുന്നു. പക്ഷേ ഇനി വരാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം ഓപ്പണിംഗ് സ്ലോട്ടിൽ ആയിരിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം വൺ ഡൗൺ പൊസിഷനിലായിരിക്കും ബാറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയപ്പെടുന്നു. ഏതായാലും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക ഫഖർ സമാനും സൗദ് ഷക്കീലുമാണ്. രണ്ടുപേരും നല്ല ബാറ്റർമാരാണ്. ഫഖർ സമാൻ നന്നായിട്ട് അടിച്ചു കളിക്കുന്ന ഒരു ഹാർഡ് ഹിറ്ററായിട്ടുള്ള ബാറ്റർ ആണെങ്കിൽ സൗദ് ഷക്കീൽ നേരെ ഓപ്പോസിറ്റാണ്. അദ്ദേഹം ഒരു മത്സരം നല്ല രീതിയിൽ കളിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള, അദ്ദേഹം റൺസ് അടിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറാണ്. ഈവൻ ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ അവരുടെ ഏറ്റവും ഒരു മികച്ച താരമാണ് സൗദ് ഷക്കീൽ. അദ്ദേഹമാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക എന്ന് പറയപ്പെടുന്നു. വൺ ഡൗൺ പൊസിഷനിൽ ആഫ്റ്റർ ഓൾ ബാബർ ആസം ആയിരിക്കും. വലിയ ഫോമിലല്ല അദ്ദേഹം, പക്ഷേ എന്തായാലും ക്ലാസ് തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടു ഡൗൺ പൊസിഷനിൽ വരാൻ പോകുന്നത് മുഹമ്മദ് റിസ്വാൻ ആയിരിക്കും. മുഹമ്മദ് റിസ്വാൻ അവരുടെ ക്യാപ്റ്റനാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ ത്രിരാഷ്ട്ര പരമ്പരയിലൊക്കെ നല്ല പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. ഞാൻ ഈ പറഞ്ഞ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മറ്റൊരു സെഞ്ചുറി നേടുന്നു നമ്മൾ കണ്ടു. എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല. അടുത്ത പൊസിഷനിലും നല്ലൊരു ബാറ്ററാണുള്ളത് സൽമാൻ അലി ആഗ. സൽമാൻ അലി ആഗ അവരുടെ ഒരു ഫ്യൂച്ചർ താരമാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒരു എക്സലൻറ്റ് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. ഒരു ഫ്യൂച്ചർ താരം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ. സൽമാൻ അലി ആഗ അദ്ദേഹമായിരിക്കും ഒരു നമ്പർ 5 പൊസിഷനിൽ അവർക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നത്. നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ തയ്യബ് താഹിർ എന്ന് പറയുന്ന അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ പാകിസ്ഥാനിൽ ഒരുപാട് റൺസ് അടിക്കുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിനെയാണ്, തയ്യബ് താഹിറിനെയാണ് അവർ ഒരു നമ്പർ 6 പൊസിഷനിൽ ഉപയോഗിക്കാനുള്ള സാധ്യത എന്നുള്ളതാണ്. നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ 2 പേർക്ക് സാധ്യതയുണ്ട്. ഒന്ന് ഗുസ്ദിൽ ഷാ എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ, അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ്. മറ്റൊരാൾ എന്ന് പറയുന്നത് ഫഹീം അഷ്റഫ് എന്ന് പറയുന്ന മീഡിയം പേസ് ഓൾറൗണ്ടറാണ്. ഇവരിൽ ആരെങ്കിലുമൊക്കെ ഒരാളായിരിക്കും ഈ നമ്പർ 7 പൊസിഷനിൽ കളിക്കുക. എനിക്ക് തോന്നുന്നത് ഗുസ്ദിൽ ഷാ തന്നെയായിരിക്കും ആ പൊസിഷനിൽ കളിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്ന് യൂസ് ചെയ്യാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കും. ഒരു മീഡിയം പേസ് ഓൾറൗണ്ടറുടെ ആവശ്യം ആ ഒരു പൊസിഷനിൽ അവർക്ക് ഉണ്ടാവില്ല. ബാക്കിലേക്ക് വരുമ്പോൾ 3 ഫാസ്റ്റ് ബോളേഴ്സ് അവരുടെ ടീമിൽ കളിക്കുന്നത്
അറിയുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിനായിരിക്കും അവർ ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും ഏൽപ്പിച്ചിട്ടുണ്ടാവുക എബ്രാർ അഹമ്മദിനെയാണ്. നല്ലൊരു ലെഗ് സ്പിന്നറാണ്, നല്ല ക്വാളിറ്റിയുള്ള ഒരു ലെഗ് സ്പിന്നറാണ്, വിക്കറ്റ് ടേക്കിംഗ് ബൗളറാണ്, റണ്ണ് കൊടുക്കാനായിട്ട് പിശുക്ക് കാട്ടുന്ന ഒരു ബൗളറാണ്, മികച്ച ഒരു കണ്ടെത്തലാണ് എബ്രാർ അഹമ്മദ് എന്നുള്ളതാണ്. അദ്ദേഹമാണ് സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുക. ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവരുടെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളറായിട്ടുള്ള ഷഹീൻ ഷാ അഫ്രീദി തന്നെയായിരിക്കും ഏറ്റവും ഒരു മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നത്. ഹാരിസ് റൌഫിന് ഒരു പരിക്കുണ്ടെന്ന് പറയപ്പെടുന്നു, പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം ഓക്കെ ആയി കഴിഞ്ഞ ദിവസം പരിശീലനത്തിന് ഇറങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹവും കളിക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ പേസറായിട്ടുണ്ടാവും നസീം ഷേ ആയിരിക്കും. നസീം ഷേയും നമുക്കറിയാം ഒരു യങ്സ്റ്ററാണ്, നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ്. അപ്പോൾ ഇതാണ് ടോട്ടലി ഉള്ള ഒരു പാകിസ്ഥാൻ്റെ ഒരു 11 എന്ന് പറയുന്നത്. ഇതിൽ നിന്നായിരിക്കും അവർ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. ഹാരിസ് റൌഫിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹസ്നൈനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവർ നോക്കുമായിരിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗുസ്തിർ ഷായ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഫഹീം അഷ്റഫ് എന്ന് പറയുന്ന ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറെ കളിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തുക. ഈ ഒരു ചേഞ്ചസിനൊക്കെ സാധ്യതയുണ്ട് എന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ന്യൂസിലൻഡിൻ്റെ നിരയിലേക്ക് പോകുമ്പോൾ ന്യൂസിലൻഡ് നിരയിൽ ഡെവൻ കോൺവേയും രജിൻ രവീന്ദ്രയും ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. പക്ഷേ രജിൻ രവീന്ദ്രയ്ക്ക് പരിക്കുണ്ട്. അദ്ദേഹത്തിന് മുഖത്ത് ബോൾ കൊണ്ടതിന് ശേഷം എന്താണ് പിന്നെയുള്ള അപ്ഡേറ്റ് എന്ന് കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹം കളിക്കുന്നില്ലെങ്കിൽ വിൽ യങ് ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൺ ഡൗൺ പൊസിഷനിൽ ഡെഫിനറ്റ് ആയിട്ടും കെയ്ൻ വില്യംസൺ ആയിരിക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിലൊരാളാണ് കെയ്ൻ വില്യംസൺ എന്നറിയാം. പിന്നെ ഡാരിൽ മിച്ചൽ, നല്ല ഫോമിലാണ് ഡാരിൽ മിച്ചൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി സ്പിൻ ബൗളിങ്ങിനെതിരെ അദ്ദേഹത്തിൻ്റെ ഫീറ്റ് യൂസ് ചെയ്ത് കളിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുള്ളൊരു കളിയാണ്. ഗ്ലെൻ ഫിലിപ്സ് നല്ല ഫോമിലാണ്, നല്ല പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുന്നു. ഇപ്പോൾ ഈ ത്രിരാഷ്ട്ര പരമ്പരയിൽ ഒരു സെഞ്ചുറി അദ്ദേഹം നേടിയിരുന്നു. പിന്നെ ടോം ലാഥം, നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് ടോം ലാഥം. അത് കഴിഞ്ഞാൽ മൈക്കൽ ബ്രേസ്വെൽ ആണ്. അദ്ദേഹം ഒരു മിഡിൽ ഓർഡറിൽ നല്ലോണം ആക്രമിച്ച് കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ്. ഒപ്പം തന്നെ നല്ല ഓസ്പിൻ എറിയാൻ പറ്റുന്ന ഒരു താരമാണ്. പിന്നെയാണ് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള മിച്ചൽ സാന്ത്നർ, ലെഫ്റ്റ് ആം സ്പിന്നറാണ് നമുക്കറിയാം. അദ്ദേഹം അതിനൊരു സ്റ്റെബിലിറ്റി നൽകാൻ പറ്റുന്ന ഒരു ബൗളറും ബാറ്ററുമാണ്. ബാറ്റിങ്ങിൽ ഡെപ്ത് നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുമ്പോൾ ബൗളിങ്ങിൽ ഒരു ടീമിനെ കണ്ടെയ്ൻ ചെയ്യാനും അല്ലെങ്കിൽ വിക്കറ്റ് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു ബൗളറായിട്ട് ഉപയോഗിക്കാനും സാധിക്കുന്ന ആളാണ് മിച്ചൽ സാന്ത്നർ എന്നുള്ളതാണ്. പിന്നെ നഥാൻ സ്മിത്ത് ആണ് മറ്റൊരു താരം. കാരണം ലോക്കി ഫർഗ്യൂസൺ റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു എന്ന് പറയുന്നു, അദ്ദേഹം കളിക്കുന്നില്ല എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നഥാൻ സ്മിത്ത് എന്ന് പറയുന്ന അദ്ദേഹം നല്ലൊരു ബാറ്ററും കൂടിയാണ്, അദ്ദേഹത്തിന് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. മാറ്റ് ഹെൻറിയാണ് അവരുടെ ഫാസ്റ്റ് ബോളിങ്ങിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അദ്ദേഹമാണ് പ്രധാനപ്പെട്ട ഒരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് വിൽ ഓറൂർക്കാണ്. വിൽ ഓറൂർക്കിനെ നമ്മൾ കണ്ടതാണ് ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യക്കെതിരെ കളിക്കുന്നത്. ഇതായിരിക്കും ന്യൂസിലൻഡിൻ്റെ ഒരു 11 എന്ന് പറയുന്നത്. അപ്പോൾ ഇരു ടീമുകളും നമ്മളൊരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു സോളിഡ് ആയിട്ടുള്ള ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ഒരു അഡ്വാൻറ്റേജ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ന്യൂസിലൻഡിന് കൊടുക്കുമെന്നുള്ളതാണ്. കാരണം അവർ നല്ല ഫോമിലാണ്, പല താരങ്ങളും വലിയ ഇന്നിങ്സുകൾ കളിക്കാനായിട്ട് ഈ ഏകദിന ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ വലിയ ഇന്നിങ്സുകൾ കളിക്കാൻ പറ്റുന്ന താരങ്ങൾ പലരും അവരുടെ നിരയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രഡിക്ഷൻ പറയാനുള്ള കാരണം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീക്ക് ഏരിയ എന്ന് പറയുന്നതും അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ സെഞ്ചുറികൾ നേടാൻ പറ്റുന്ന താരങ്ങൾ കുറവാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ബാബർ ആസം ഫോമിലല്ല, സൽമാൻ അലി ആഗ അല്ലെങ്കിൽ മുഹമ്മദ് റിസ്വാൻ, ഇവർ രണ്ടുപേരിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ബാറ്റിംഗ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. സൗദ് ഷക്കീലിന് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, അദ്ദേഹം കുറച്ചൊന്ന് നന്നായി നിന്ന് കളിക്കുന്ന ഒരു പ്ലെയറാണ്, അദ്ദേഹത്തിന് അതിന് സാധിക്കുകയാണെങ്കിൽ വലിയൊരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തായാലും ഒരു അപ്പർ ഹാൻഡ് പാകിസ്ഥാൻ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവരുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 3 ഫാസ്റ്റ് ബോളർമാർ, നല്ല ഫാസ്റ്റ് ബോളർമാരാണ്. ഹാരിസ് റൌഫും കൂടെ കളിക്കുകയാണെങ്കിൽ ഷഹീൻ ഷാ അഫ്രീദിയും ഹാരിസ് റൌഫും നസീം ഷായും കൂടെ ചേരുമ്പോൾ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പേസ് ബാറ്ററിയാണ് പാകിസ്ഥാൻ്റേത്. അവിടേക്ക് വരുമ്പോൾ ന്യൂസിലൻഡിന് ചെറിയ വീക്ക്നെസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം മാറ്റ് ഹെൻറി മാത്രമാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ബൗളർ എന്നുള്ളത്. ഇപ്പോൾ നഥാൻ സ്മിത്തിനെ കളിപ്പിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ജേക്കബ് ഡഫിയെ കളിപ്പിക്കുകയാണെങ്കിലും വിൽ ഒറൂർക്കാണെങ്കിലും ആരാണെങ്കിലും അവർ എത്രത്തോളം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളല്ല. ഈ ലോക്കി ഫർഗ്യൂസിന് പകരമായിട്ട് കെയിൽ ജാമിയാസിനെ ടീമിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിനെ കളിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിലും യാതൊരു ഉറപ്പുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഏരിയ. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കറിയാം, സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 2 സ്പിന്നർമാരും നല്ലതാണ്, 2 ടീമിൻ്റെയും സ്പിന്നർമാരും നല്ലതാണ്. എബ്രാർ അഹമ്മദ് പാകിസ്ഥാന് വേണ്ടി നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ്. ഇപ്പുറത്ത് നോക്കുമ്പോൾ മിച്ചൽ സാന്ത്നറുടെ കാര്യത്തിൽ പിന്നെ എല്ലാം പാർട്ട് ടൈം സ്പിന്നർമാരാണ് എറിയുന്നത് എന്നുള്ളതാണ്. പാർട്ട് ടൈം സ്പിന്നർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ന്യൂസിലൻഡിന് ചെറുതായിട്ട് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ടോട്ടലായിട്ടുള്ള ഒരു വിശേഷം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അവസാനത്തിൽ നമ്മുടെ ഫാൻറ്റസി പിക്ക് ആരെയൊക്കെയാണ് നമ്മൾ ഈ ഫാൻറ്റസി പിക്കിൽ എടുക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ നിരയിൽ നിന്ന് ഡെഫിനറ്റ് ആയിട്ടും റിസ്വാനെ ഞാൻ എടുക്കുകയാണ്. കാരണം ഒരു ബാറ്റിങ്ങിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ടീമിനെ ഞാൻ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നല്ല ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ട് തന്നെ മുഹമ്മദ് റിസ്വാനെ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ സൗദ് ഷക്കീലിനെ നമുക്ക് എടുക്കാം. അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നല്ല വലിയ ഇന്നിങ്സുകൾ കളിക്കാൻ സാധിക്കുന്ന താരമായതുകൊണ്ടാണ്. സൽമാൻ അലി ആകെ നമുക്ക് എടുക്കാം. ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ബാറ്ററാണ് അദ്ദേഹം. അതുപോലെ തന്നെ
സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ എബ്രാർ അഹമ്മദിനെ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന്. ഷൈൻ ഷാ അഫ്രീദി എടുക്കുന്നുണ്ട്. ഈ 5 പേരെയാണ് പാകിസ്ഥാൻ ടീമിൽ നിന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസിലൻഡ് നിരയിലേക്ക് വരുമ്പോൾ ഡെവൻ കോൺവേ വലിയ ഇന്നിങ്സ് കളിക്കാൻ സാധ്യതയുള്ള ഒരു താരമാണ് ഡെവൻ കോൺവേ എന്നറിയാം. കെയ്ൻ വില്യംസിനെ ഡെഫിനറ്റ് ആയിട്ടും എടുക്കണം, കാരണം ഇതുപോലെയുള്ള പിച്ചുകളിൽ എക്സലൻ്റ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന താരമാണ്. ഗ്ലെൻ ഫിലിപ്സ് വളരെ മികച്ച ഫോമിലായതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെയും ടീമിലേക്ക് എടുക്കാമെന്ന് തോന്നുന്നു. ഡാരിൽ മിച്ചലും അതുപോലെ തന്നെ സ്പിന്നേഴ്സിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ 10 ഓവറിലെ പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്നിങ്സുകൾ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ഡെഫിനറ്റ് ആയിട്ടും ഡാരിൽ മിച്ചൽ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ എടുക്കുകയാണ്. പിന്നെ ഒരാളെന്ന് പറയുന്നത് മിച്ചൽ സാന്റ്നറാണ്. നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാം, എങ്ങനത്തെ വിക്കറ്റിലാണെങ്കിലും എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ടും. പിന്നെ ഈ ന്യൂ ബോളിൽ നന്നായിട്ട് സ്വിങ് ചെയ്യിക്കുന്നതുകൊണ്ട് മാറ്റ് ഹെൻറിയെയും ഞാൻ ഈ ഒരു ഫാൻറ്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ വിക്കറ്റ് നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് മാറ്റ് ഹെൻറിയെയും ഷൈൻ ഷാ അഫ്രീദിയെയും നമ്മൾ ഈ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒരു ടോട്ടലായിട്ടുള്ള ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത്. ഏതായാലും നാളെ ICCയുടെ ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കം കുറിക്കുകയാണ്. ഏതായാലും ഇന്ത്യയുടെ ഒരു പൂളിലെ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോസ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാം, കാരണം ഈ 2 ടീമുകളുമായിട്ട് ഇന്ത്യക്കും ഇനി മത്സരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.